വേൾഡ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്. നമ്മൾ ചെറിയൊരു ബ്രേക്ക് എടുത്തു അല്ലേ, ഇലക്ഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചില തിരക്കുകൾ കാരണം നമ്മൾ ക്ലാസ് ഒന്ന് ബ്രേക്ക് ആയിപ്പോയി. നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുന്നു അല്ലേ. ചാപ്റ്റർ നമ്പർ 3 പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ് ഒരു കമ്പ്യൂട്ടർ പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറയുക, പ്രോഗ്രാമിങ്ങിൻ്റെയും പ്രോബ്ലം സോൾവിങ്ങിൻ്റെയും അടിസ്ഥാന തത്വങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഈ പ്രോഗ്രാമിങ്ങും പ്രോബ്ലം സോൾവിങ്ങും വളരെ റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് പദങ്ങളാണ്. അപ്പോൾ അതൊന്ന് എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ. പ്രോഗ്രാമിംഗ്, പ്രോബ്ലം സോൾവിങ്. നമുക്ക് രണ്ട് ടേം ഉണ്ട് ഇവിടെ അല്ലേ. പ്രോഗ്രാമിംഗ്, the other one is problem solving. ഈ രണ്ട് വാക്കുകളെയും അല്ലെങ്കിൽ ഈ രണ്ട് കോൺസെപ്റ്റുകളെയും നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ നോക്കാം. നമ്മൾ ചാപ്റ്റർ നമ്പർ 1 പഠിച്ചിരുന്നു എന്താണ് കമ്പ്യൂട്ടർ ചെയ്യുന്ന ഒരേ ഒരു ഡ്യൂട്ടിയേ ഉള്ളൂ. മൂപ്പരുടെ പരിപാടി എന്താ, കമ്പ്യൂട്ടർ ചെയ്യുന്ന ഒരേ ഒരു ജോലി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡേറ്റ പ്രോസസ്സിങ്. എന്താണ്, ഡേറ്റ പ്രോസസ്സിങ് ആണ് കമ്പ്യൂട്ടർ ചെയ്യുന്നത്, DP അല്ലേ. കമ്പ്യൂട്ടറിന് ഒരു ഇൻപുട്ട് കൊടുക്കുന്നു, കമ്പ്യൂട്ടർ അത് പ്രോസസ്സ് ചെയ്യുന്നു അല്ലേ. ആ ഇൻപുട്ടിനെ പ്രോസസ്സ് ചെയ്യുന്നു, അവസാനം നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുന്നു. സോ ദിസ് ഇസ് വാട്ട് കമ്പ്യൂട്ടർ ഇസ് ഡൂയിങ്. കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന ഇൻപുട്ടിനെ കമ്പ്യൂട്ടർ പ്രോസസ്സ് ചെയ്തിട്ട് ഔട്ട്പുട്ട് തരുന്നു എന്നുള്ളതാണ് കമ്പ്യൂട്ടർ ചെയ്യുന്ന ഒരേ ഒരു ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡേറ്റ പ്രോസസ്സിങ് എന്ന് പറയുന്നത് അതിനകത്ത് ചില കാര്യങ്ങൾ ചെയ്യുകയാണ്. ഡേറ്റയെ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ ചില ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് കമ്പ്യൂട്ടർ ചെയ്യുന്നത് പ്രോബ്ലംസ് സോൾവ് ചെയ്യുക അല്ലേ. കമ്പ്യൂട്ടർ ചെയ്യുന്നത് ഡേറ്റ പ്രോസസ്സിംഗ് ആണ്. ഡേറ്റ പ്രോസസ്സിങ്ങിനെ നമുക്ക് മറ്റൊരു വാക്കിൽ പറയാം, ഇറ്റ് ഇസ് നത്തിങ് ബട്ട് പ്രോബ്ലം സോൾവിങ്. ഒരു ഡേറ്റയെ സോൾവ് ചെയ്ത് മറ്റൊരു ഡേറ്റയാക്കിയിട്ട് ഒരു ഇൻഫർമേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് പ്രോബ്ലം സോൾവിങ് ആണ്. പ്രോബ്ലം സോൾവിങ് ആണ്. ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് അല്ലേ, പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്, അതിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇപ്പോൾ പ്രോബ്ലം സോൾവ് നമ്മൾ ചെയ്യുന്ന പ്രോബ്ലം, നമ്മൾ സോൾവ് ചെയ്യുന്ന പ്രോബ്ലം കമ്പ്യൂട്ടറിനോട് ചെയ്യിക്കുക എന്നുള്ളതാണ് ഇവിടെ അടിസ്ഥാനപരമായിട്ട് ചെയ്യുന്നത് അല്ലേ. നമുക്കൊരു ടേം അറിയാം അല്ലേ, ഓട്ടോമേഷൻ. എന്താ ടേമിൻ്റെ പേര്, ഓട്ടോമേഷൻ. ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഓട്ടോമാറ്റിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മെഷീനോട് ചെയ്യിക്കുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മെഷീനോട് ചെയ്യിക്കണമെങ്കിൽ മെഷീൻ അറിയണം ഈ പ്രോബ്ലം എങ്ങനെയാണ്, ഈ സംഭവം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ആർക്കറിയണം, മെഷീൻ അറിയണം. അങ്ങനെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മെഷീനോട് ചെയ്യിക്കുക എന്നുള്ളതാണ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ചെയ്യേണ്ട ആര് തന്നെ ചെയ്യും, മെഷീൻ തന്നെ ചെയ്യും. മെഷീൻ തന്നെ ചെയ്യണമെങ്കിൽ മെഷീൻ എന്ത് കൊടുക്കണം, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം, നിർദ്ദേശങ്ങൾ കൊടുക്കണം, ഇൻസ്ട്രക്ഷൻസ്. ഈ നിർദ്ദേശങ്ങളെ കൂട്ടത്തിനെയാണ് നമ്മൾ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഈ നിർദ്ദേശത്തിൻ്റെ കൂട്ടത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ ഒരു മെഷീനിലൊരു പ്രോഗ്രാം സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഗ്രാം അനുസരിച്ച് ആ മെഷീൻ ആ കാര്യങ്ങൾ ചെയ്തോളും. ആ പ്രോഗ്രാമിനകത്ത് എന്താ ഉള്ളത്, കുറേ ഇൻസ്ട്രക്ഷൻസ് ആണുള്ളത്. ആ ഒരു പ്രോബ്ലം എങ്ങനെയാണോ സോൾവ് ചെയ്യേണ്ടത് അതിനുള്ള ഇൻസ്ട്രക്ഷനാണുള്ളത്. ഉദാഹരണമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ പിന്നെ ഒരു റൈസ് അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ എടുക്കുക. വാഷിംഗ് മെഷീൻ സാധാരണ നമ്മൾ അലക്കിയിരുന്ന സംഭവം ഇപ്പോൾ വാഷിംഗ് മെഷീൻ അലക്കുകയാണ്. കാരണം വാഷിംഗ് മെഷീൻ അലക്കണമെങ്കിൽ വാഷിംഗ് മെഷീൻ അറിയാം അല്ലേ, എത്ര വെള്ളം ഉപയോഗിക്കണം, എത്ര പ്രാവശ്യം റിൻസ് ചെയ്യണം അല്ലേ, എല്ലാ കാര്യങ്ങളും വാഷിംഗ് മെഷീൻ അറിയാം. എങ്ങനെയാണ് അറിയുന്നത്, വാഷിംഗ് മെഷീനകത്ത് ഒരു ചിപ്പിനകത്ത് അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ആ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതായത് ഒരു പ്രോഗ്രാം കിടക്കുന്നുണ്ട് ഇതിനകത്ത്, വാഷിംഗ് മെഷീനകത്ത്. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന വാഷിംഗ് എന്നുള്ള ആക്ടിവിറ്റി വാഷിംഗ് മെഷീൻ എന്ന മെഷീൻ അത് ചെയ്യുന്നത്. സോ ദിസ് ഇസ് വാട്ട് ഓട്ടോമേഷൻ. കമ്പ്യൂട്ടർ എന്താ, നമ്മൾ എന്തിനാണ് നമ്മൾ ഇപ്പോൾ ഈ പുതിയ കാലത്ത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തിനെയാണ് പിന്നെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്, എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നടക്കണം, ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ഇല്ലാതെ മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങൾ മെഷീനോട് ചെയ്യിക്കുക എന്നുള്ളതാണ്
ഓട്ടോമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു മെഷീൻ, അത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മെഷീൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? മെഷീന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. എന്ത് കൊടുക്കണം? ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങൾ. എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കണം. ആ നിർദ്ദേശത്തിൻ്റെ കൂട്ടത്തെയാണ് നമ്മൾ പ്രോഗ്രാം എന്ന് പറയുന്നത്. പ്രോഗ്രാം. റെഡി? നൗ ഇനിയുള്ള ചോദ്യം, ഈ പ്രോബ്ലം സോൾവിങ്ങും പ്രോഗ്രാമിങ്ങും തമ്മിലുള്ള ബന്ധം എന്താണ്? വ്യത്യാസമല്ല. പ്രോബ്ലം സോൾവിങ്ങും പ്രോഗ്രാമിങ്ങും തമ്മിലുള്ള ബന്ധം എന്താണ്? പ്രോബ്ലം സോൾവിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്. എല്ലാ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ അതിന് കുറേ സ്റ്റെപ്പുകളുണ്ട് അല്ലേ? സ്റ്റെപ്സ് ഉണ്ട്. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 അല്ലേ? കുറേ സ്റ്റെപ്പുകളുണ്ടാകും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ അല്ലേ? ഉദാഹരണമായിട്ട് നമ്മൾ ഒരു കപ്പ് ചായ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കുറച്ച് കപ്പ് ഓഫ് വാട്ടർ വേണം അല്ലേ? അപ്പോൾ ഒരു കപ്പ് ഓഫ് വാട്ടർ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് അല്ലേ? പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ടീ പൗഡർ വേണം, ശരിയല്ലേ? ഷുഗർ വേണം, മിൽക്ക് വേണം. അപ്പോൾ ഇതൊക്കെ ആദ്യം കിട്ടുക, ഇൻപുട്ടായിട്ട് ലഭിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വാട്ടർ ഹീറ്റ് ചെയ്യണം. അടുത്ത ഇൻസ്ട്രക്ഷൻ, ഹീറ്റ് ദ വാട്ടർ. വെള്ളം ചൂടാക്കണം. റൈറ്റ്, വെള്ളം ചൂടാക്കണം. എന്നിട്ട് മിൽക്ക് ടീ പൗഡർ എന്ത് ചെയ്യണം? തിളച്ച വെള്ളത്തിലേക്ക് ഇടണം. പിന്നെന്ത് ചെയ്യണം? ഷുഗർ മിൽക്ക് ആഡ് ചെയ്യണം അല്ലേ? ആഡ് മിൽക്ക് അല്ലേ? പിന്നെ ആഡ് ഷുഗർ. ഇങ്ങനെ കുറേ സ്റ്റെപ്പുകളുണ്ട് അല്ലേ? ഒരു കപ്പ് ചായ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു പ്രോബ്ലമാണ്. ആ പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്? അതിന് കുറേ സ്റ്റെപ്പുകളുണ്ട്. ഗെറ്റ് എ കപ്പ് ഓഫ് വാട്ടർ, ഗെറ്റ് സം ടീ പൗഡർ, ഗെറ്റ് സം ഷുഗർ, പാല് കിട്ടണം അല്ലേ? ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? വെള്ളം ചൂടാക്കണം. ചൂടാക്കുമ്പോൾ തിളക്കണ നേരത്തെ, എപ്പോഴാണ്? തിളക്കണ നേരത്ത് ടീ പൗഡർ ഇടണം അല്ലേ? പാല് ചേർക്കണം, ഷുഗർ ചേർക്കണം. ഇങ്ങനെ കുറേ സ്റ്റെപ്പുകളിലൂടെ കടന്നു പോകുമ്പോഴാണ് ടീ അഥവാ ചായ ഉണ്ടാക്കുക എന്നുള്ള പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ്. ഈ പ്രോസസ്സുകൾ ഒരു മെഷീനോട് ചെയ്യിക്കണമെങ്കിൽ, ചായ നമുക്ക് പകരം ഒരു മെഷീൻ നിർമ്മിച്ച് തരണമെങ്കിൽ എന്ത് ചെയ്യണം? മെഷീൻ നമ്മൾ എന്തൊക്കെ കൊടുക്കണം? വെള്ളം കൊടുക്കണം, ടീ പൗഡർ കൊടുക്കണം, ഷുഗർ കൊടുക്കണം, മിൽക്ക് കൊടുക്കണം അല്ലേ? അതിനുശേഷം ചൂടാക്കണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കണം അല്ലേ? എത്ര നേരം ചൂടാക്കണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ, തിളക്കുന്നത് വരെ ചൂടാക്കണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. ഇനി തിളച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. അങ്ങനെ മെഷീനകത്ത് ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്യണം. ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ എഴുതിയിരിക്കുന്ന ഈ കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻസ്, നമ്മളിവിടെ എഴുതിയിരിക്കുന്ന ഈ കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻസ് ഒരു പ്രോഗ്രാമായിട്ട് ഒരു മെഷീനകത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെഷീൻ പിന്നെ എന്തുണ്ടാക്കും? ടീ ഉണ്ടാക്കും, ശരിയല്ലേ? ചായ ഉണ്ടാക്കും. അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എഴുതുമ്പോൾ എനിക്ക് പറയുന്ന പേരാണ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഈ പ്രോഗ്രാം എഴുതുന്ന ഈ സ്റ്റെപ്പുകൾ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ, പ്രോഗ്രാമിൻ്റേതായുള്ളൊരു ഭാഷയിൽ എഴുതുക എന്നുള്ളതൊരു പ്രോസസ്സാണ്. പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം എഴുതുക. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ പ്രോബ്ലം സോൾവിങ്ങിൻ്റെ സ്റ്റെപ്പുകൾ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ, പ്രോഗ്രാമിൻ്റെ ഭാഷയിൽ എഴുതി കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാമായി. അങ്ങനെ എഴുതുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് പ്രോഗ്രാമിംഗ്. അപ്പോൾ ഈ പ്രോബ്ലം സോൾവിങ് തന്നെയാണ് എന്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രോഗ്രാമിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. എന്തിനുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും? ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. അങ്ങനെയുള്ള പ്രോഗ്രാം എഴുതുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത്? പ്രോഗ്രാമിംഗ്. സോ പ്രോബ്ലം സോൾവിങ് എന്ന് പറഞ്ഞാലും പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. പ്രോബ്ലം സോൾവ് ചെയ്യേണ്ട സ്റ്റെപ്പുകൾ ഒരു പ്രത്യേക ഭാഷയിൽ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഒരു പ്രത്യേക ഭാഷയിൽ എഴുതുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് പ്രോഗ്രാമിംഗ്. അങ്ങനെ എഴുതിയ പ്രോഗ്രാമുകൾ ഒരു മെഷീനിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ മെഷീൻ ആ പ്രോസസ്സ്, ആ സ്റ്റെപ്പുകൾ ഓട്ടോമാറ്റിക് ചെയ്ത് പിന്നെ ആ മെഷീൻ തന്നെ ആ പ്രോബ്ലം സോൾവ് ചെയ്യും. ഒരു അലക്ക് മെഷീൻ അല്ലേ, ഒരു ടീ മേക്കിംഗ് മെഷീൻ ആണെങ്കിൽ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ആ മെഷീനിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ആ മെഷീൻ ഓട്ടോമാറ്റിക് ആ ഇൻസ്ട്രക്ഷൻ ഓരോന്ന് എക്സിക്യൂട്ട് ചെയ്ത് ചായ ഉണ്ടാക്കി തരും അല്ലേ?
ഓക്കെ, ഇന്ന് ലോകത്ത് നടക്കുന്ന എല്ലാ പ്രോസസ്സും ഓട്ടോമേഷനാണ്. ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യൻ ചെയ്യുന്ന കാര്യം മെഷീനോട് ചെയ്യിക്കുക, അതിനാണ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. അതിനെന്ത് ചെയ്യണം? ഓരോ മെഷീനും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. എന്തിനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം? ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. എങ്കിൽ ആ പ്രോബ്ലം മനുഷ്യന് പകരം മെഷീൻ തന്നെ ചെയ്തു തരും. മനസ്സിലായല്ലോ? ഈ സംഭവമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നൗ സോ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് ആണ് നമ്മൾ മൂന്നാമത്തെ ചാപ്റ്റർ അല്ലേ. ഇതിനകത്ത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് പ്രോബ്ലം സോൾവിങ് യൂസിങ് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുക. അതിന് ഞാൻ ചായ ഉണ്ടാക്കുന്നതിൻ്റെ ഏകദേശം ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, അതാണ് അവിടെ പറയുന്നത്. അതായത് കമ്പ്യൂട്ടറിന് പ്രോബ്ലം സോൾവിങ് യൂസിങ് കമ്പ്യൂട്ടർ എന്നുള്ള സബ് ഹെഡിങ്ങിൽ എങ്ങനെയാണ് പ്രോബ്ലം സോൾവിങ് യൂസിങ് കമ്പ്യൂട്ടർ എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അതിന് നമുക്ക് എന്താ ചെയ്യേണ്ടത്? കമ്പ്യൂട്ടറിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം അല്ലേ. ആ ഇൻസ്ട്രക്ഷനെയാണ് നമ്മൾ പ്രോഗ്രാം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം: കമ്പ്യൂട്ടർ സോൾവ്സ് പ്രോബ്ലംസ് യൂസിങ് പ്രോഗ്രാം ഉപയോഗിച്ചിട്ടാണ് കമ്പ്യൂട്ടർ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഇനി എന്താണ് പ്രോഗ്രാം? എ പ്രോഗ്രാം ഈസ് എ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻ. എന്താണ് സീക്വൻസ്? ഈസ് എ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് sequence of instruction to solve a problem. ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു കൂട്ടം ഇൻസ്ട്രക്ഷൻ ആണുള്ളത്. എന്തിനുള്ള ഇൻസ്ട്രക്ഷനാണ്? ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഇൻസ്ട്രക്ഷൻ. ഇറ്റ് ഈസ് റിട്ടൺ ഇൻ എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇത്രയും കൂടി എഴുതാം: ഇറ്റ് ഈസ് റിട്ടൺ ഇൻ എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അപ്പോൾ എന്താണ് കമ്പ്യൂട്ടർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് കമ്പ്യൂട്ടർ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇങ്ങനെ പറയാം കമ്പ്യൂട്ടർ സോൾവ്സ് പ്രോബ്ലം യൂസിങ് പ്രോഗ്രാം ഉപയോഗിച്ചിട്ടാണ് കമ്പ്യൂട്ടർ പ്രോബ്ലം സോൾവ് ചെയ്യുക. സോ എന്താണ് പ്രോഗ്രാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എ പ്രോഗ്രാം എന്ന് പറയുന്നത് പ്രോഗ്രാം ഈസ് എ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. ഒരു കൂട്ടം ഇൻസ്ട്രക്ഷനാണ്. എന്തിനുള്ള? ടു സോൾവ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലം പരിഹരിക്കാനുള്ള കുറേ ഇൻസ്ട്രക്ഷനാണ്, നിർദ്ദേശങ്ങളാണ് പ്രോഗ്രാമിലുള്ളത്. ആ നിർദ്ദേശം എങ്ങനെ എഴുതിയിരിക്കുന്നത്? ഇറ്റ് ഈസ് റിട്ടൺ. ആ പ്രോഗ്രാം എഴുതിയിരിക്കുന്നത് ഇൻ എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അതായത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ച് ഒരു പ്രോഗ്രാം എഴുതും. ആ പ്രോഗ്രാമിനകത്ത് എന്താണുള്ളത്? ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ. ആ ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ചിട്ടാണ് കമ്പ്യൂട്ടർ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. ഡൺ. സോ കമ്പ്യൂട്ടർ എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യണമെന്ന് വെച്ചാൽ പ്രോഗ്രാം ഉപയോഗിച്ചാണ് കമ്പ്യൂട്ടർ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ? പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ഇൻസ്ട്രക്ഷനാണ്. എന്തിനുള്ള ഇൻസ്ട്രക്ഷനാണ്? ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷനെയാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പ്രോഗ്രാം നമ്മളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ അതിൻ്റേതായിട്ടുള്ള ഭാഷയിൽ എഴുതണം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് വിളിക്കുന്നത്. നൗ ഇനി നമുക്ക് അതാണ് വാട്ട് ഈസ് കമ്പ്യൂട്ടർ, ഹൗ ഡസ് എ കമ്പ്യൂട്ടർ സോൾവ് എ പ്രോബ്ലം. ഇനി ഈ പ്രോബ്ലം സോൾവിങ്, പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്ന് കഴിഞ്ഞാൽ എന്താ? എന്തിനേയും പ്രോബ്ലമായിട്ട് കാണാം. ഇപ്പോൾ ഒരു കപ്പ് ചായ ഉണ്ടാക്കുന്നത് ഒരു പ്രോബ്ലമാണ് അല്ലേ. 2 നമ്പറുകൾ ആഡ് ചെയ്യുന്നത് ഒരു പ്രോബ്ലമാണ് അല്ലേ. നമ്മൾ ഒരു ലൊക്കേഷനും മറ്റൊരു ലൊക്കേഷനിലേക്കുള്ള റൂട്ട് കണ്ടുപിടിക്കുക, നമ്മൾ GPS ഉപയോഗിച്ച് റൂട്ട് കണ്ടുപിടിക്കുക, അതൊരു പ്രോബ്ലമാണ്. എല്ലാം പ്രോബ്ലം എന്ന് പറയുമ്പോൾ നമ്മൾ അർത്ഥത്തിലെടുക്കണം. ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആളുകൾ തമ്മിലുള്ള എന്തെങ്കിലും അടിപിടിയെ അല്ല, അല്ലെങ്കിൽ ആളുകൾ തമ്മിലുള്ള പ്രശ്നങ്ങളെ അല്ല, അല്ലെങ്കിൽ ഒരു മെഷീൻ കേടായതല്ല നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത്. പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എല്ലാ പ്രവർത്തനങ്ങളെയും കമ്പ്യൂട്ടറിൻ്റെ ഭാഷയിൽ നമുക്ക് പ്രോബ്ലം എന്നായിട്ട് എടുക്കാം. ഇപ്പോൾ 2 നമ്പർ ആഡ് ചെയ്യുന്നത് ഒരു പ്രോബ്ലമാണ്. അതേപോലെ ഒരു സംഭവം പ്രിൻ്റ് ചെയ്തെടുക്കുന്നത് ഒരു പ്രോബ്ലമാണ്. ഒരു സംഭവം ഡിസ്പ്ലേ ചെയ്യുന്നത് ഒരു പ്രോബ്ലമാണ്. ഒരു കാര്യം, എന്ത് കാര്യം ചെയ്യുക, ആ കാര്യത്തെയാണ് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഭാഷയിൽ പ്രോബ്ലം എന്ന് പറയുന്നത്.
ഓക്കെ, ഇപ്പോൾ ഒരു വീട് നിർമ്മിക്കുക എന്നുള്ളത് ഒരു പ്രോബ്ലമാണ് അല്ലേ അല്ലേ. ബാങ്കിൽ പോയിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു പ്രോബ്ലമാണ് അല്ലേ. ഒരാൾക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളത് ഒരു പ്രോബ്ലമാണ്. അപ്പോൾ അങ്ങനെയാണ് പ്രോബ്ലത്തെ നമ്മൾ കാണേണ്ടത്. അല്ലാതെ ആളുകൾ തമ്മിലുള്ള ഇഷ്യൂസിനെ നമ്മൾ സാധാരണ പ്രോബ്ലമായിട്ട് പറയാറുണ്ട്. അതല്ല ഇവിടെ. എന്ത് പ്രവർത്തനവും എന്ത് കാര്യവും എന്താണ് ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം, ഒരു പ്രശ്നത്തെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം. കമ്പ്യൂട്ടറിൻ്റെ ഭാഷയിൽ ഒരു പ്രശ്നത്തെ നമുക്ക് രണ്ട് രീതിയിൽ സോൾവ് ചെയ്യാം. രണ്ട് മെത്തേഡ് ഉണ്ട് അപ്രോച്ചസ് ഇൻ പ്രോബ്ലം സോൾവിങ്. പ്രശ്നം പരിഹരിക്കാൻ രണ്ട് മാർഗ്ഗങ്ങളുണ്ട്, അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാൻ രണ്ട് മാർഗ്ഗങ്ങളുണ്ട്. ഒരു മെത്തേഡാണ് ടോപ്പ് ഡൗൺ ഡിസൈൻ എന്ന് പറയും. പ്രോബ്ലത്തെ നമുക്ക് ടോപ്പ് ഡൗൺ ഡിസൈനായിട്ട് ചെയ്യാം. മറ്റൊരു മെത്തേഡാണ് ബോട്ടം അപ്പ് ഡിസൈൻ എന്ന് പറയുന്നത്. ബോട്ടം അപ്പ് ഡിസൈൻ. അപ്പോൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ രണ്ട് മെത്തേഡ് ഉണ്ട്. പ്രോബ്ലം സോൾവിങ് മെത്തേഡ്സ്, പ്രോബ്ലം സോൾവിങ് മെത്തേഡ്സ് രണ്ടെണ്ണമായിട്ട് നമുക്കിതിനെ തരംതിരിക്കാം. രണ്ട് രീതിയിൽ നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാം. വൺ ഇസ് കോൾഡ് ടോപ്പ് ഡൗൺ ഡിസൈൻ. എന്താണ് ടോപ്പ് ഡൗൺ ഡിസൈൻ? മറ്റൊരു മെത്തേഡാണ് ബോട്ടം അപ്പ് ഡിസൈൻ. ഇപ്പം നമ്മൾ ഒരു വീട് നിർമ്മിക്കുക എന്നുള്ള പ്രോബ്ലം എടുക്കുകയാണ്. ടോപ്പ് ഡൗൺ ഡിസൈൻ ആണെങ്കിൽ എന്ത് ചെയ്യുന്ന പറയാം. ടോപ്പ് ഡൗൺ ഡിസൈനിങ്ങിൽ നമ്മൾ വീട് നിർമ്മാണം എങ്ങനെയാണ് ചെയ്യുക? ടോപ്പ് ഡൗൺ ഡിസൈൻ ആണെങ്കിൽ വീട് നിർമ്മാണം എങ്ങനെയാണ് ചെയ്യുക? നമ്മൾ ആദ്യം വീടിൻ്റെ ഒരു പ്ലാന്, നമ്മൾ എല്ലാ ഫെസിലിറ്റി ആവശ്യമുള്ള ഒരു പ്ലാന് വരയ്ക്കും അല്ലേ. കംപ്ലീറ്റ് വീടിൻ്റെ എല്ലാ കിച്ചണും അല്ലേ, ഡൈനിങ് ഹോളും എല്ലാം എങ്ങനെയായിരിക്കണം, ബെഡ്റൂം, അതിനകത്ത് ലൈറ്റ് എവിടെ വരണം, ഇങ്ങനെ മുഴുവൻ കാര്യങ്ങളുള്ള ഒരു ഡിസൈൻ നമ്മൾ ആദ്യം വരച്ചെടുക്കും അല്ലേ. അതാണ് ഏറ്റവും കംപ്ലീറ്റ് ഡിസൈൻ ആദ്യം വരച്ചെടുക്കും. എന്നിട്ട് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യും. അങ്ങനെയുള്ളൊരു അപ്രോച്ചിനെയാണ് നമ്മൾ ടോപ്പ് ഡൗൺ ഡിസൈൻ എന്ന് പറയുക. ആദ്യം നമ്മൾ കംപ്ലീറ്റ് പിക്ചർ കാണാൻ എങ്ങനെയായിരിക്കുന്നു പ്ലാൻ ചെയ്യുക, എന്നിട്ട് അതിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യുക. ബോട്ടം അപ്പ് ഡിസൈനിങ്ങിൽ ഒരു വ്യത്യാസമുണ്ട്. ബോട്ടം അപ്പ് ഡിസൈൻ എന്താ അറിയാം? ഇപ്പോൾ സാധാരണഗതിയിൽ നല്ല ക്യാഷ് ഉള്ള ആളാണെങ്കിൽ എന്താ ചെയ്യുക? അത്യാവശ്യം നല്ല ക്യാഷ് ഉണ്ടെങ്കിൽ വീട് നിർമ്മാണത്തിൽ ടോപ്പ് ഡൗൺ ഡിസൈനാണ് യൂസ് ചെയ്യുക. ആദ്യം അദ്ദേഹത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും വെച്ചിട്ടുള്ള ഒരു പ്ലാന് പറയും. അപ്പോൾ പ്ലാനർ വരച്ചു കൊടുക്കും. എന്നിട്ട് പിന്നെ ആ പ്ലാനിനനുസരിച്ച് ഓരോരോ കാര്യങ്ങൾ ചെയ്യും. അതാണ് ടോപ്പ് ഡൗൺ ഡിസൈൻ. പക്ഷേ സാമ്പത്തികമായിട്ട് അല്പം പ്രയാസമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്താ ചെയ്യുക? ആദ്യം വീടിൻ്റെ പ്ലാനൊന്നും വരയ്ക്കില്ല. അദ്ദേഹം ആദ്യം ചെയ്യുക, കുറച്ച് കല്ലടിച്ചിടും അല്ലേ ശരിയല്ലേ. ബ്രിക്ക് അല്ലെങ്കിൽ കല്ല് വാങ്ങി വെക്കും അല്ലേ. പിന്നെ കുറച്ചൊക്കെ മരങ്ങളൊക്കെ വാങ്ങി വെക്കും. കയ്യിലുള്ള ക്യാഷിനനുസരിച്ച് ഓരോരോ സാധനങ്ങൾ നമ്മൾ പിന്നെ മരങ്ങൾ വാങ്ങും അല്ലേ. അങ്ങനെ കയ്യിലുള്ള ക്യാഷിനനുസരിച്ച് ഓരോന്ന് വാങ്ങും. പിന്നെ ഒരു തറയിടും അല്ലേ. തറയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് പടുത്തെടുക്കും അല്ലേ. പിന്നെ വാതിൽ വെക്കും, ജനൽ വെക്കും. അങ്ങനെ ഓരോരോ ഘട്ടമായിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യും. അദ്ദേഹത്തിന് തുടക്കത്തിൽ തന്നെ വലിയൊരു പ്ലാനൊന്നും ഉണ്ടാവില്ല. അദ്ദേഹം ഒരു വീട് വെക്കണമെന്ന് നിശ്ചയിക്കും, എന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യും അല്ലേ. അങ്ങനെയുള്ള അപ്രോച്ചിനാണ് ബോട്ടം അപ്പ് ഡിസൈൻ എന്ന് പറയുക. ആദ്യം ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക, എന്നിട്ട് ചെയ്ത് അവസാനം ഒരു വീടാക്കി മാറ്റുക. അതാണ് ബോട്ടം അപ്പ് അപ്രോച്ച്. ടോപ്പ് ഡൗൺ ഡിസൈന് നേരെ തിരിച്ചാണ്. എന്താ അപ്രോച്ച്? ആദ്യം തന്നെ വീടിൻ്റെ ഒരു അടിപൊളി പ്ലാൻ ഉണ്ടാക്കും അല്ലെ, എല്ലാ ഫെസിലിറ്റിയുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കും. എന്നിട്ട് അതിൽ പറയുന്ന കുറേ കാര്യങ്ങളുണ്ടാകും. ആ ഓരോ കാര്യങ്ങൾ ആ പ്ലാൻ അനുസരിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ടോപ്പ് ഡൗൺ ഡിസൈൻ. ബോട്ടം അപ്പ് ഡിസൈൻ തിരിച്ചാണ്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് അവസാനം ഒരു വീടാക്കി അദ്ദേഹം മാറ്റും. സോ ഇതാണ് ബോട്ടം അപ്പ് അപ്രോച്ചും ടോപ്പ് ഡൗൺ ഡിസൈനും എന്ന് പറയുന്നത്. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും എന്ത് ചെയ്യുന്നറിയാം? നമുക്കൊരു ബിഗ് പ്രോബ്ലം ഉണ്ടാകും, ബിഗ് ടാസ്ക് ഉണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ട ടാസ്ക് ഉണ്ടാകും. ആ ടാസ്കിനെ നമ്മൾ എന്ത് ചെയ്യും? സബ് ഡിവൈഡ് ചെയ്യും, ചെറിയ ടാസ്കുകളാക്കി മാറ്റും, സബ് ടാസ്കുകളാക്കി മാറ്റും. ഇപ്പോൾ T1 സബ് ടാസ്ക് 1, സബ് ടാസ്ക് 2, സബ് ടാസ്ക് 3, ഇങ്ങനെ കുറേ സബ് ടാസ്കുകളാക്കി മാറ്റും അല്ലേ. ഇങ്ങനെയാണ് പിന്നെ വലിയ ഏത് പ്രോബ്ലത്തെയും നമ്മൾ ചെറിയ പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും അല്ലേ. ഇപ്പോൾ ഒരു വീട് നിർമ്മിക്കുക എന്ന് പറയുമ്പോൾ തറ കെട്ടുക അല്ലേ, പിന്നെ പടവ് അല്ലേ, പിന്നെ മറ്റൊരു സബ് ടാസ്ക്കാണ് വാർപ്പ് അല്ലേ. ഇങ്ങനെ കുറേ സബ് ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ വലിയൊരു വീട് നിർമ്മിക്കുക എന്നുള്ളതിനെ നമുക്ക് ചെറിയ സബ് ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇങ്ങനെയാണ് എല്ലാ പ്രോബ്ലം നമ്മൾ പരിഹരിക്കുക. അപ്പോൾ ആദ്യം തന്നെ വലിയ ബിഗ് ടാസ്ക് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട്
പിന്നെ അതിനകത്തുള്ള പ്രോബ്ലംസിനെ സബ്ബായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ സബ് ടാസ്കും പരിഹരിക്കുന്ന മെത്തേഡിനാണ് ടോപ്പ് ഡൗൺ ഡിസൈൻ എന്ന് പറയുന്നത്. ടോപ്പ് ഡൗൺ ഡിസൈൻ. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുക? ആദ്യം എന്താ പ്ലാൻ ചെയ്യുക? ആദ്യം ബിഗ് ടാസ്ക് ഐഡൻറ്റിഫൈ ചെയ്യും. വീട് നിർമ്മിക്കുക എന്നുള്ള ബിഗ് ടാസ്ക് ഐഡൻറ്റിഫൈ. എന്നിട്ട് എന്ത് ചെയ്യും? അതിനകത്തുള്ള അതിനെ സബ് ടാസ്കായിട്ട് കുറേ സബ് ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്യും. തറ കെട്ടുക, പടവ്, വാർപ്പ് എന്നൊക്കെ പറയുന്ന സബ് ടാസ്കുകൾ ചെയ്യും. അപ്പോൾ എന്നിട്ട് ഈ ഡയറക്ഷനിൽ ആദ്യം ഇതാണ് സംഭവിക്കുക. ആദ്യം വീടിൻ്റെ പ്ലാൻ നിർമ്മിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? പിന്നെ ഓരോന്നും സബ് ടാസ്കുകൾ ഇങ്ങനെ ഈ ഡയറക്ഷനിലാണ് വരും. സബ് ടാസ്കുകൾ ചെയ്യും. ഇങ്ങനെ പ്രോബ്ലം പരിഹരിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ടോപ്പ് ഡൗൺ അപ്രോച്ച്. ബോട്ടം അപ്പ് അപ്രോച്ചിൽ എന്താ സംഭവിക്കുക അറിയാം? ആദ്യം തന്നെ പിന്നെ ബിഗ് പ്രോബ്ലത്തെ നമുക്ക് വീട് നിർമ്മിക്കുക എന്നുള്ള ബിഗ് പ്രോബ്ലമുണ്ട്. നമ്മൾ ബിഗ് ടാസ്ക് ഉണ്ട്. അതിൽ കുറേ സബ് ടാസ്കുകൾ ഉണ്ടാവും. ശരിയല്ലേ? ടാസ്ക് 1, ST1, ST2, സബ് ടാസ്ക് 3 ഇങ്ങനെ ഉണ്ടാവും അല്ലേ? ശരിയല്ലേ? ഈ സബ് ടാസ്കുകളെ ആദ്യം സബ് ടാസ്കുകൾ ചെയ്തിട്ട് ഈ അപ്രോച്ചിൽ ഇവിടുന്ന് ഇങ്ങോട്ടാണ് പിന്നെ പ്രോബ്ലം സോൾവ് ചെയ്യുക. അതായത് ആദ്യം ഈ സബ് ടാസ്ക് ചെയ്യും, അതിനുശേഷം ഈ സബ് ടാസ്ക് ചെയ്യും, അതിനുശേഷം ഈ സബ് ടാസ്ക് ചെയ്യും. അങ്ങനെ ഓരോന്ന് ചെയ്ത് എന്താവും? പിന്നെ മെയിൻ ടാസ്ക് കംപ്ലീറ്റ് ആവും. മെയിൻ ടാസ്ക്. അപ്പോൾ ആദ്യം തന്നെ ഇത് പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല. കാര്യമായിട്ട് ഇതിന് വലിയ പ്ലാനിങ് ബിഗ് ടാസ്ക് ആയിരിക്കില്ല പ്ലാൻ ചെയ്തിരിക്കുക. സബ് ടാസ്കുകളായിരിക്കും ആദ്യം പ്ലാൻ ചെയ്തിരിക്കുക. അപ്പോൾ സബ് ടാസ്കുകൾ ചെയ്ത് പിന്നെ ബിഗ് ടാസ്ക് സോൾവ് ചെയ്യുന്ന ഈ മെത്തേഡിനെയാണ് എന്ത് പറയുന്നത്? ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? ബോട്ടം അപ്പ് അപ്രോച്ച്. ഇപ്പോൾ രണ്ടിലും ടാസ്കിനെ സബ് ടാസ്കായിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് പിന്നെ സബ് ടാസ്ക് സോൾവ് ചെയ്തിട്ടാണ് മെയിൻ ടാസ്ക് സോൾവ് ചെയ്യുക. ഓക്കെ. പക്ഷേ ടോപ്പ് ഡൗൺ അപ്രോച്ചിനകത്ത് ആദ്യം കംപ്ലീറ്റ് പ്ലാനിങ് ഉണ്ടായിരിക്കും. എങ്ങനെയാണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യേണ്ട കംപ്ലീറ്റ് പ്ലാൻ ഉണ്ടാവും. ആ പ്ലാനിനനുസരിച്ച് ഓരോന്ന് ചെയ്യും. ബോട്ടം അപ്പ് അപ്രോച്ചിൽ തുടക്കത്തിൽ നമുക്ക് പ്ലാനൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഓരോരോ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നു. എന്നിട്ട് അവസാനം എല്ലാ ചെറിയ കാര്യങ്ങൾ ചെയ്ത് വരുമ്പോൾ വലിയ പ്രോബ്ലം സോൾവ് ചെയ്ത് വരും. ബട്ട് ഡിവൈഡ് ആൻഡ് കോൺകർ എന്നുള്ള ടെക്നിക്കാണ് ഇവിടേക്ക് ഉപയോഗിക്കുന്നത്. വലിയ ടാസ്കിനെ സബ് ടാസ്കായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോന്നിനെയും സോൾവ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ മറ്റൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറൈസ് ചെയ്യണം. നമ്മൾ സ്കൂൾ കമ്പ്യൂട്ടറൈസ് ചെയ്യണം എന്ന് വിചാരിക്കാം. സ്കൂൾ കമ്പ്യൂട്ടറൈസ് ചെയ്യണം. അപ്പോൾ സ്കൂൾ കമ്പ്യൂട്ടറൈസ് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ പ്ലാൻ ചെയ്യും. കംപ്ലീറ്റ് നല്ല ക്യാഷൊക്കെ ഉള്ള സ്കൂളാണ്, സാമ്പത്തികമായിട്ട് നല്ല ബഡ്ജറ്റൊക്കെ ഉള്ള സ്കൂളാണ്. അപ്പോൾ എന്ത് ചെയ്യും? സ്കൂൾ എന്ത് ചെയ്യും? എന്തൊക്കെയാണ് പിന്നെ കമ്പ്യൂട്ടറൈസേഷൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കും. അപ്പോൾ അഡ്മിഷൻ കമ്പ്യൂട്ടറൈസ് ചെയ്യണം, ലൈബ്രറി കമ്പ്യൂട്ടറൈസ് ചെയ്യണം, അതുപോലെ എക്സാം കമ്പ്യൂട്ടറൈസ് ചെയ്യണം. അങ്ങനെയുള്ള എല്ലാ മൊഡ്യൂൾസ്, ഏതൊക്കെ മൊഡ്യൂൾസാണോ ഉള്ളത്, സബ് ടാസ്കുകളാണുള്ളത്, അതൊക്കെ കമ്പ്യൂട്ടറൈസ് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യും. പ്ലാൻ ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യും? ഓരോ അഡ്മിഷൻ കമ്പ്യൂട്ടറൈസ് ചെയ്യും, അതിൻ്റെ പ്രോഗ്രാം ഉണ്ടാക്കും, ലൈബ്രറി പ്രോഗ്രാം ഉണ്ടാക്കും, സോഫ്റ്റ്വെയർ ഉണ്ടാക്കും, എക്സാം കണ്ടക്ട് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ഉണ്ടാക്കും. സോ ദിസ് ഈസ് ടോപ്പ് ഡൗൺ അപ്രോച്ച്. മറ്റൊരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അത്ര അധികം എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാനുള്ള സാമ്പത്തിക ശേഷിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ സ്കൂൾ വിചാരിക്കുക നമുക്ക് ഈ വർഷത്തെ അഡ്മിഷൻ പ്രൊസീജിയർ ഒന്ന് കമ്പ്യൂട്ടറൈസ് ചെയ്യാം. അപ്പോൾ അഡ്മിഷൻ മാത്രം കമ്പ്യൂട്ടറൈസേഷൻ. അടുത്ത വർഷം പിന്നെ തീരുമാനിക്കുക ലൈബ്രറി കമ്പ്യൂട്ടറൈസ് ചെയ്യാം അല്ലേ. പിന്നത്തെ സാമ്പത്തിക വർഷം തീരുമാനിക്കുക എക്സാം കമ്പ്യൂട്ടറൈസ് ചെയ്യാം. അങ്ങനെ ചെയ്ത് വരുമ്പം അവസാനം കുറേ കാലത്തിന് ശേഷം എന്താവും? സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടറൈസ് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള പ്രോസസ്സിനെയാണ് ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറയുന്നത്. എന്ത് പറയുന്നത്? ബോട്ടം അപ്പ് അപ്രോച്ച് അല്ലെങ്കിൽ ഡിസൈൻ എന്ന് പറയുന്നത്. ബോട്ടം അപ്പ് ഡിസൈൻ. അപ്പോൾ പൊതുവേ എങ്ങനെയാണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക? ഇതിൻ്റെ രണ്ടിനെയും കൂടി മിക്സ് ആയിട്ടാണ് മിക്ക പ്രോബ്ലംസും സോൾവ് ചെയ്യുന്നത്. ബോട്ടം അപ്രോച്ചും പ്യുവറായിട്ട് നമുക്ക് ബോട്ടം അപ്പ് അപ്രോച്ച് മാത്രം ഉപയോഗിച്ച് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കുകയില്ല. അതുപോലെ ടോപ്പ് ഡൗൺ ഡിസൈൻ മാത്രം വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാനും സാധിക്കില്ല. പലപ്പോഴും നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും മിക്സ് ആവശ്യമായിട്ട് വരും. ടോപ്പ് ഡൗൺ അപ്രോച്ചും ബോട്ടം അപ്പ് അപ്രോച്ചിൻ്റെ ഒരു മിക്സ് ആയിരിക്കും പലപ്പോഴും പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്താണ് ടോപ്പ് ഡൗൺ അപ്രോച്ച്, എന്താണ് ബോട്ടം അപ്പ് അപ്രോച്ച്.
അപ്പോൾ ആദ്യം ഇത് എഴുതിക്കോ, ടോപ്പ് ഡൗൺ ഡിസൈൻ. ടോപ്പ് ഡൗൺ ഡിസൈൻ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ടോപ്പ് ഡൗൺ. ഇൻ ദിസ് മെത്തേഡ് the big task is planned first. Big task ആദ്യം പ്ലാൻ ചെയ്യും. Then it is divided into subtasks. Each subtask is solved one by one നിർബന്ധമില്ല. And the big task is completed. One second. Big task is completed. ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് പറയാം. ഇൻ ദിസ് മെത്തേഡ്, ഈ മെത്തേഡിൽ എന്താ ചെയ്യുന്നത്? ഇൻ ദിസ് മെത്തേഡ് ദ ബിഗ് ടാസ്ക് ഈസ് പ്ലാൻഡ് ഫസ്റ്റ്. എന്താണ് മെയിൻ പ്രോബ്ലം എന്ന് പ്ലാൻ ചെയ്യും. അതിനുശേഷം ദെൻ ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു സബ് ടാസ്ക്. എന്നിട്ട് അതിനെ കുറേ സബ് ടാസ്കുകളാക്കി മാറ്റും. ശേഷം ഈച്ച് സബ് ടാസ്ക് ഈസ് സോൾവ്ഡ്. ഓരോ സബ് ടാസ്കും നമ്മൾ പരിഹരിക്കും. എന്നിട്ടോ ആൻഡ് ദസ് ദ ബിഗ് ടാസ്ക് ഈസ് കംപ്ലീറ്റഡ്. അവസാനം എന്ത് ചെയ്യും? മെയിൻ ടാസ്ക് കംപ്ലീറ്റ് ആവും. അപ്പോൾ വലിയ പ്രോബ്ലം എന്താണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും, അത് പ്ലാൻ ചെയ്യും, എന്നിട്ട് അതിനെ സബ് ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്യും. ആ സബ് ടാസ്കുകൾ ഓരോന്ന് സോൾവ് ചെയ്യും, പ്രോബ്ലം സോൾവ് ആവും. സോ ദിസ് ഈസ് വാട്ട് ടോപ്പ് ഡൗൺ അപ്രോച്ച്. സോ ആദ്യം നമുക്ക് മെയിൻ ടാസ്ക് ഉണ്ടാകും. എന്താ ഉണ്ടാകുക? മെയിൻ ടാസ്ക് ഉണ്ടാകും. ആ മെയിൻ ടാസ്ക് എന്തെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യും? സബ് ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഓരോ സബ് ടാസ്കിനെയും നമ്മൾ എന്ത് ചെയ്യും? സോൾവ് ചെയ്യും. സോൾവ് ചെയ്ത് അവസാനം എന്ത് വരും? മെയിൻ ടാസ്ക് സോൾവ് ചെയ്യും. അപ്പോൾ ഈ ഡയഗ്രത്തിൽ നമ്മൾ ചിത്രം വരയ്ക്കുമ്പോൾ ഈ ഏരോ ഇങ്ങനെ വരയ്ക്കണം കേട്ടോ. ഇങ്ങനെ വരയ്ക്കണം ഏരോ. മുകളിൽ നിന്ന് താഴോട്ടാണ് ടോപ്പ് ഡൗൺ അപ്രോച്ച്. അങ്ങനെയാണ് ടോപ്പ് ഡൗൺ അപ്രോച്ച്. നൗ മറ്റൊരു മെത്തേഡാണ് ബോട്ടം അപ്പ് അപ്രോച്ച്. എന്താണ് ബോട്ടം അപ്പ് അപ്രോച്ച്? ബോട്ടം അപ്പ് ഡിസൈൻ എന്നത്. ബോട്ടം അപ്പ് ഡിസൈനിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇൻ ദിസ് മെത്തേഡ് subtasks are solved one by one, and finally the main task will be solved. ഇവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഇൻ ദിസ് മെത്തേഡ് ഈ മെത്തേഡിൽ എന്താണ് ചെയ്യുന്നത്? സബ് ടാസ്ക്സ് ആർ സോൾവ്ഡ് വൺ ബൈ വൺ. ഓരോ ചെറിയ ടാസ്കുകൾ വൺ ബൈ വൺ ആയിട്ട് സോൾവ് ചെയ്യും. ആൻഡ് അവസാനം എന്ത് ചെയ്യും? ഫൈനലി ദ മെയിൻ ടാസ്ക് വിൽ ബി സോൾവ്ഡ്. മെയിൻ ടാസ്ക് സോൾവ് ചെയ്യും. അതായത് ഈ മെത്തേഡിൽ എന്താണ് സംഭവിക്കുക? നമ്മൾ മെയിൻ ടാസ്ക് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല. മെയിൻ ടാസ്ക് അല്ല ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, സബ് ടാസ്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യും. സബ് ടാസ്ക് 1 ഈ പ്രോബ്ലം സോൾവ് ചെയ്യും. ദെൻ സബ് ടാസ്ക് 2 സെക്കൻഡ് പ്രോബ്ലം സോൾവ് ചെയ്യും. ദെൻ സബ് ടാസ്ക് 3 ഇത് സോൾവ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? എന്നിട്ട് ഈ ഡയറക്ഷനിലാണ് പോവുക. അവസാനം ഇതെല്ലാം സോൾവ് ചെയ്യുമ്പോൾ ഈ ഡയറക്ഷനിലാണ് വരിക. എന്ത് സംഭവിക്കും? മെയിൻ ടാസ്ക് എന്ത് ചെയ്യും? സോൾവ് ചെയ്തിട്ടുണ്ടാവും. ഈ മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് വിളിക്കുക. എന്താണ്? ബോട്ടം അപ്പ് അപ്രോച്ച്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഏരോ മാർക്ക് മുകളിലേക്കായിട്ട് വരയ്ക്കണം കേട്ടോ.
താഴെ നിന്ന് മുകളിലേക്കാണ്. ബോട്ടം അപ്പ് അപ്രോച്ചാണ്. എന്താണ് ബോട്ടം? ശ്രദ്ധിക്കുക, ബോട്ടം അപ്പ് അപ്രോച്ചാണ്. ബോട്ടം അപ്പ് അപ്രോച്ച്. അപ്പോൾ ഈ രണ്ട് രീതിയിലും നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം. നമുക്ക് ഒരു ബിഗ് പ്രോബ്ലത്തിനെ കംപ്ലീറ്റ് പ്ലാൻ ചെയ്തിട്ട് ഓരോന്നോരോന്ന് ചെയ്യാം. അതിനാണ് ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറയുന്നത്. നേരെ മറിച്ച് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് സബ് ടാസ്കുകൾ ചെയ്ത് അവസാനം വലിയ ടാസ്ക് പരിഹരിക്കുന്ന രീതിയാണ് എന്ന് ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ രണ്ട് മെത്തേഡ് ഉണ്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ, ടോപ്പ് ഡൗൺ അപ്രോച്ചും ബോട്ടം അപ്പ് അപ്രോച്ചും. സോ പ്രോബ്ലം സോൾവ് ചെയ്യാൻ രണ്ട് മെത്തേഡുകളുണ്ട്. സോ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ചാപ്റ്റർ നമ്പർ 3 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അല്ലേ. ചാപ്റ്റർ നമ്പർ 3ൻ്റെ പേര് തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് ആണ്. അപ്പോൾ ഈ പ്രോഗ്രാമിങ്ങും പ്രോബ്ലം സോൾവിങ്ങും റിലേറ്റഡ് ആണ്. നമ്മൾ ചെയ്യുന്ന കാര്യം പ്രോബ്ലംസ് കമ്പ്യൂട്ടറിനോട് സോൾവ് ചെയ്യിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം കമ്പ്യൂട്ടറിനോട് സോൾവ് ചെയ്യിക്കണമെങ്കിൽ കമ്പ്യൂട്ടറിന് എന്ത് നൽകിയിരിക്കണം? ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് നൽകിയിരിക്കണം. ആ ഇൻസ്ട്രക്ഷനെയാണ് നമ്മൾ പ്രോഗ്രാം എന്ന് വിളിക്കുന്നത്. അതാണ് ആദ്യം പഠിച്ചു കഴിഞ്ഞത്. ഓട്ടോമേഷനാണ് നമ്മുടെയൊക്കെ ടാർഗറ്റ്. നമ്മൾ ചെയ്യുന്ന ടാസ്കുകൾ പ്രോബ്ലംസ് ആരോട് ചെയ്യിക്കുക? മെഷീനോട് ചെയ്യിക്കുക. അങ്ങനെ നമ്മൾ ചെയ്യുന്ന ടാസ്കുകൾ മെഷീനോട് ചെയ്യിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയാണോ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് അതിൻ്റെ സ്റ്റെപ്പുകൾ ആർക്ക് കൊടുത്തിരിക്കണം? മെഷീന് കൊടുത്തിരിക്കണം. എങ്കിൽ ആ ഇൻസ്ട്രക്ഷൻസ്, ആ സ്റ്റെപ്പുകൾ നോക്കിയിട്ട് മെഷീൻ എന്ത് ചെയ്യും? ആ പ്രോഗ്രാം അനുസരിച്ച് മെഷീൻ എന്ത് ചെയ്യും? ആ ടാസ്ക് ചെയ്ത് തരും. അങ്ങനെയാണ് ഈ പ്രോഗ്രാം ഉപയോഗിച്ച് മെഷീൻസ് ടാസ്ക് ചെയ്യുന്നതും. അങ്ങനെയാണ് നമ്മൾ ഓട്ടോമേഷൻ എന്ന കോൺസെപ്റ്റിലേക്ക്, യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നത്. ഓക്കെ, പിന്നെ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കമ്പ്യൂട്ടർ എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്, പ്രോഗ്രാം ഉപയോഗിച്ചാണ് കമ്പ്യൂട്ടർ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. പ്രോഗ്രാമിനകത്ത് എന്താ ഉള്ളത്? ഇൻസ്ട്രക്ഷൻസ് ആണുള്ളത്. എന്തിനുള്ള ഇൻസ്ട്രക്ഷനാണുള്ളത്? ഒരു പ്രോബ്ലം എങ്ങനെയാണോ സോൾവ് ചെയ്യേണ്ടത് അതിനുള്ള ഇൻസ്ട്രക്ഷനാണുള്ളത്. ആ ഇൻസ്ട്രക്ഷൻസ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എഴുതുമ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? പ്രോഗ്രാം എന്ന് വിളിക്കുന്നു. പിന്നെ നമ്മൾ പഠിച്ചത് രണ്ട് മെത്തേഡ് ഉണ്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ. വൺ ഈസ് കോൾഡ് ടോപ്പ് ഡൗൺ അപ്രോച്ച്, ദ അതർ വൺ ഈസ് കോൾഡ് ബോട്ടം അപ്പ് അപ്രോച്ച്. ടോപ്പ് ഡൗൺ അപ്രോച്ചിൽ നമ്മൾ മെയിൻ പ്രോബ്ലം നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യും അല്ലേ. മെയിൻ പ്രോബ്ലം കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യും, എന്നിട്ട് ഓരോരോ സബ് ടാസ്കുകൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യും. ബോട്ടം അപ്പ് അപ്രോച്ചിൽ നമ്മൾ മെയിൻ ടാസ്ക് അല്ല ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക, സബ് ടാസ്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യും. ഓരോരോ സബ് ടാസ്കുകൾ പരിഹരിച്ച് വരുമ്പോൾ സോൾവ് ചെയ്ത് വരുമ്പം പ്രധാനപ്പെട്ട മെയിൻ ടാസ്ക് ഓട്ടോമാറ്റിക്കായിട്ട് സോൾവ് ചെയ്യപ്പെടും. ഈ അപ്രോച്ചിനെയാണ് നമ്മൾ ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്ത ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രോഗ്രാമിംഗ്, അതിൻ്റെ സ്റ്റെപ്പുകൾ, അതിൻ്റെ ഫേസസ് എന്താണെന്നുള്ളതാണ്. അത് നമ്മൾ അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യും. ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ.